ഒരു കാര്യം കൂടി, ഇപ്പോൾ ശശി തരൂർ വീര സവർക്കറുടെ പേരിൽ ഒരു അവാർഡ് മേടിക്കാൻ പോവുകയാണ്. വീര സവർക്കറുടെ പേരിൽ ഉള്ള ഒരു അവാർഡും പാർട്ടി സ്വീകരിക്കാൻ പാടില്ല. കാരണം സവർക്കർ ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്തു പോയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പേരിൽ ഒരു കോൺഗ്രസ്സുകാരനും അവാർഡ് വാങ്ങാൻ പാടില്ല. അത് പാർട്ടിക്ക് ഒരു അവമാനം ഉണ്ടാക്കും. ശശി തരൂർ അത് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വീർ സവർക്കർ ആരാണെന്ന് അറിയാത്ത ഒരാളല്ലോ ശശി തരൂർ. ഞാൻ പറഞ്ഞ സവർക്കറുടെ പേരിലുള്ള ഒരു അവാർഡും ഒരു കോൺഗ്രസ്സുകാരനും സ്വീകരിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. തരൂരിനെ നിരന്തരം അപമാനിക്കത്തുള്ള പാർട്ടി വിരുദ്ധമായി സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ടൊരു നടപടി കർശനമായി എടുക്കാൻ കഴിയും? ഏതായാലും കാത്തിരിക്കുക. ഇന്നലെ ഏതായാലും അദ്ദേഹം വന്നു. UDF തന്നെയാണ് അദ്ദേഹം വോട്ട് ചെയ്തിട്ടുള്ള. കാരണം UDF സ്ഥാനാർത്ഥിയുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ ഇന്നലെ. അപ്പോൾ ഏതായാലും ഇന്നലെ അദ്ദേഹം വന്നു. പാർലമെൻറ്റിൻ്റെ ഇടയിൽ തിരക്കിലും വന്ന് അദ്ദേഹം കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം കോൺഗ്രസ്സിന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണല്ലോ വ്യക്തമാകുന്നത്. പക്ഷേ സവർക്കറുടെ പേരിൽ ഒരു അവാർഡ് സ്വീകരിക്കാൻ പാടില്ല.